ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പീറ്റർ ഹിയർ ആൻഡ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്പൈഡർ ഫ്യൂസറാണ്. ആൻഡ് ഞാൻ എൻലെസ് നൈറ്റ് മെയർ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്, ബട്ട് സ്പൈഡർ ഫ്യൂസറായിട്ട് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതേ ഒരു പേപ്പർ പറന്ന് എന്തോ സാധനം പറന്നു പോയി. അപ്പോൾ ഇതേ കുറേ പ്രാവ് പറക്കുന്നുണ്ട്. യൂസർ ഗെയിംസ് ഓക്കെ. ഇത് സ്റ്റാർ ലൈൻ വൈപ്പർ സ്റ്റുഡിയോസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കുന്ന അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോറി പറഞ്ഞുതരാം. സ്പൈഡർമാൻ്റെ പേര് ഫിൻ ഫ്ലോമിൻ എന്നാണ്. ഇവൻ ക്ലാസ്സിലൊരു മൊണ്ണയാണ്. എല്ലാവരുടെയും നിന്നും ഇടിയും അടിയും വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ദാഹിച്ചപ്പോൾ അവനൊരു സൂപ്പർ ഡ്രിങ്ക് കുടിക്കാൻ വിചാരിച്ചു. എവിടെ നിന്നോ ഒരു വൃത്തിയിട്ട് എട്ടുകാലി ഇവൻ്റെ വെള്ളത്തിലോട്ട് നേരെ വന്ന് വീണു. ഇവനാണെന്നിട്ട് അതൊന്നും അറിയാതെ നേരെ നാക്കിലോട്ടങ്ങ് കമത്തി. ഞരമ്പുകളെല്ലാം വലിഞ്ഞു തുടങ്ങി. ആൻഡ് അവൻ്റെ മസിലൊക്കെ പൊന്തി വീർത്തു. ആൻഡ് അവൻ ജിമ്മിനെ പോലെ പിന്നെ DNA എന്തൊക്കെയാ എന്നറിഞ്ഞൂടെ. ആൻഡ് ഇങ്ങനെയാണ് അവൻ സ്പൈഡർ ഫ്യൂസറായി മാറിയത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗെയിം അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ടാപ്പ് ടു പ്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും പ്ലേ കൊടുക്കാം. ഓക്കെ, ആൻഡ് അവിടെ എന്തോ സൈറൻ എന്തൊക്കെയോ അടിക്കുന്നുണ്ട്. കയ്യൊക്കെ എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ആൻഡ് ചടി. ഓ മൈ ഗോഡ്, നമ്മൾ വല വയ്ക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് ഓ മൈ ഗോഡ് ഗൈസ്, കിട്ടില്ല. BGM ഒക്കെ കൊള്ളാം. ആൻഡ് ഹോൾഡ് ടു സിങ് നമുക്കറിയാട്ടാ. ഓക്കെ, ഇത് പെട്ടി തഗ്സ്. ആൻഡ് നമുക്കെന്തായാലും ഇത് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ആൻഡ് നമുക്കെന്തായാലും അധികം വെറുപ്പിക്കുന്നില്ല ഗൈസ്, കാരണം എന്തായാലും ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് വേഗം പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ പോലീസുകാരൊക്കെ ഇത് ഡ്രിഫ്റ്റ് ചെയ്തെത്തിയിട്ടുണ്ട്. ആൻഡ് അതിന് മുന്നേ നമ്മളെത്തി. ഓക്കെ, നമുക്ക് ഇവന്മാരെല്ലാം അടിച്ചിടാൻ. ഈ 4 പേരെ അടിച്ചിടാനാണോ ഈ വലിയ പോലീസുകാരൊക്കെ വരുന്നത്? തൂക്കൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ സീനില്ല. ആൻഡ് അത് ഏറ്റവും മണ്ടയിൽ നീക്ക് എങ്ങനെ ഇതിൻ്റെ മേലിൽ കയറിയടാ. ഓക്കെ, 2 അടിക്കല്ലാതെ തന്നെ തീരുന്നുണ്ട്. ഡെയിലി സീനൊന്നുമില്ല. ഓക്കെ, അവൻ്റെ ചെള്ള നോക്കിയൊരു ചവിട്ട്. ഇപ്പോഴേക്കും ഡൗൺ. ആൻഡ് മാപ്പ് ടവേഴ്സ് നൗ അക്സസിബിൾ. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്ത് ടവേഴ്സൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഈ മാപ്പെല്ലാം അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇതും നമ്മളധികം വെറുപ്പിക്കുന്നില്ല ഗൈസ്. ഇപ്പോൾ എന്തായാലും നേരെ മാപ്പ് എല്ലാം ഹാക്ക് ചെയ്തിട്ട് വരാം. ഇവൻ്റെ സ്യൂട്ട് ഒരുമാതിരി പഴങ്കഞ്ഞി സ്യൂട്ട്. ഇപ്പോൾ എനിക്കിത് മാറ്റണമെന്ന് തോന്നി. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു കിഡിലെ സ്യൂട്ട് ഇട്ടിട്ട് വരാം. A few moments later. അപ്പോൾ നമ്മുടെ ടോബിയുടെ സ്യൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്പൈഡർമാനാണ് ഈ നമ്മുടെ ടോബീൻ്റെ സ്പൈഡർമാൻ. നമ്മൾ നിലത്ത് പോയതിനെ. ആൻഡ് നമ്മുടെ പാൻറ്റ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. സീനില്ല, നമുക്ക് പിന്നെ പോയി തുന്നാം. ആൻഡ് നമ്മുടെ ടോബിയുടെ സ്യൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് സ്പൈഡർമാൻ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഏത് സ്യൂട്ട് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും സ്പൈഡർമാൻ ഏത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അതിൽ ചെയ്യാം. ആൻഡ് എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് കുറച്ച് മാറ്റാനുണ്ട്. നമുക്ക് എന്തായാലും ഒരു സൺസെറ്റ് വ്യൂ വയ്ക്കാം ഗൈസ്. ഈ ഗെയിം സൺസെറ്റാണ് അടിപൊളി. പിന്നെ നമ്മുടെ ബ്ലൂം എന്ന് പറഞ്ഞൊരു സാധനം ഓണാക്കണം ഗൈസ്. അതെവിടെ പോയി ഒരു മിനിറ്റ്. 1 hour later. ഗൈസ്, അത് ഓണാക്കിയപ്പോൾ ഗെയിം വൈബായി ഗൈസ്. സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന നോക്ക്. അവിടെ പണ്ടത്തെ ടോബിയുടെ ഒരു സിനിമയിലൊക്കെ ഉള്ള ഒരു വ്യൂ പോലെ ഉണ്ട്. ആൻഡ് ബ്ലൂം ഓണാക്കിയ കാരണം ഒരു തിളക്കമൊക്കെ ഉണ്ട് നമ്മുടെ സ്പൈഡർമാന്, ഒരു ഐശ്വര്യം. ഓക്കെ, ആൻഡ് നമുക്കെന്തായാലും കാലിൻ്റെ അടിയിലൊന്നും പെയിൻ്റൊന്നും അടിച്ചില്ല ഗൈസ്. നമുക്കെന്തായാലും സെറ്റാക്കണം. വേറെ സ്പൈഡർമാനെല്ലാം എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒരു ടവർ ഹാക്ക് ചെയ്യാണ്ട് ഗൈസ്. ഇപ്പോൾ 1 അല്ല 4 ടവർ ഹാക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹാക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, കസർത്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു വല പോലെ യോജിപ്പിക്കണം. അതാണ് വലിയ ഹാക്കിങ്. ആൻഡ് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക. ആൻഡ് ഫസ്റ്റത്തെ ടവർ മോനെ നമ്മൾ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇതുപോലത്തെ 4 എണ്ണം ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് 4 എണ്ണം ഹാക്ക് ചെയ്യണം. അപ്പോൾ ഹാക്ക് ചെയ്തിട്ട് വരാം ഗൈസ്, കാരണം വലിച്ചു നീട്ടാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും 4 എണ്ണം ഹാക്ക് ചെയ്യാം.
Helikopter, helikopter. Helikopter, helikopter. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ടവറാണ്. ഓ, ഇത് ഭയങ്കര എളുപ്പം. ആൻഡ് ഇനി വലിച്ചു നീട്ടാം. ഓക്കെ, സെറ്റ്. ഏറ്റവും ലാസ്റ്റത്തെ ഇതേ കട്സി കുറേ നേരം കേട്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മതി, നിർത്ത്. കട്സിയെ മാറ്റി പിടിച്ചൂടെ? ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സിറ്റി ഇപ്പോൾ സിറ്റിയുടെ ഈ ഒരു സിറ്റി മാപ്പ് നമ്മുടെ കയ്യിലാണിപ്പോൾ. ആൻഡ് ഇനി നമുക്ക് എന്ത് തണ്ടിത്തരം വേണമെങ്കിലും ഈ സിറ്റിക്കകത്ത് കാണിക്കാം. ബിക്കോസ് ഹീറോ ഞാനാണ്, അതുകൊണ്ട് ഒരു സീനും ഇല്ല. ഓക്കെ, അപ്പോൾ മാപ്പ് ഡാറ്റ അൺലോക്കഡ്. ഓ യെസ്, നമ്മുടെ സ്യൂട്ട് സ്റ്റിങ്കി, അതായത് രസമില്ല. പക്ഷേ പൊട്ട മണടിക്കുന്നതാണ് പറയുന്നത്. സ്യൂട്ട് മാറ്റണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫ്രീ മോഡ് അൺലോക്ക് ആയിട്ടുണ്ട്. ഫ്രീ മോഡ് നമുക്ക് വേണ്ട, സ്റ്റോറി മോഡാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോയിട്ട് സ്യൂട്ടൊന്ന് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ ഗെയിമിനകത്ത് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീണ്ടും സ്യൂട്ടിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചു വരാം. എന്താ വെച്ചാൽ എന്നോട് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? സുഖമാണോ? ഓക്കെ, പുള്ളി ഹായൊക്കെ തരുന്നുണ്ട്. യെസ്, പുള്ളി ഒരു ബിൽഡിങ്ങിൻ്റെ മേലിലൊന്ന് ഒറ്റയ്ക്ക് കേട്ടോ, പാവം. ഓക്കെ, ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതുപോലത്തെ ഒരു ചെക്കനാണ് നമ്മുടെ പീറ്ററും. ഓക്കെ, സീനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീട്ടിലോട്ട് കയറാം. എന്നിട്ട് അയ്യോ, സ്യൂട്ടൊന്ന് മാറ്റിയിട്ട് വരാം. ആൻഡ് ഓക്കെ, അവിടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നത്തിലിട്ട് നമുക്ക് ആദ്യം പോവാം. കാരണം ഇവിടെ സ്യൂട്ടൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. പക്ഷേ ഇടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ രക്ഷിക്കാൻ, വേറെ ആരുമില്ല. അപ്പോൾ ഗ്രേറ്റ് പവർ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റൂ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് കസർത്ത് കാണിച്ചിട്ട് വരാം. ഓക്കെ, ഇത് ഫൈറ്റല്ല, നമ്മുടെ കാറിനടി വെട്ടെടുക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ടോബിക്ക് ഇതൊക്കെ എന്ത് സീൻ. ചുമ്മാ പുട്ട്, ചുമ്മാ ഒരു ഡമ്പലൊക്കെ എടുക്കുന്ന പോലെ ഒരു കാറങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, 54 സെക്കൻഡ്. ഓക്കെ, സീനില്ല. നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിച്ചോളൂട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് പുള്ളിയുടെ ഒരു അഡ്വൈസ് കൂടെ കൊടുത്തിട്ട് നമ്മളിത് വീട്ടിലോട്ട് നേരെ സ്യൂട്ട് മാറ്റാൻ പോവാണ്. സ്യൂട്ടൊന്നും മാറ്റുന്നില്ല, എന്നാലും ഗെയിമിനകത്ത് അതാണ് റൂള്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ സ്യൂട്ട്. ആൻഡ് ബേസിക്കലി ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് മറ്റേ കോട്ടിട്ടിട്ടുള്ള സ്യൂട്ടായിരുന്നു. ആൻഡ് നമ്മളെന്തായാലും ഇപ്പോൾ ഒരു ലൈവ് എടുക്കാൻ പോവാണ് ഗൈസ്, ബ്ലൂം സ്ട്രീം. ആൻഡ് നമ്മുടെ ചെറുക്കൻ പീറ്റർ ഒരു ലൈവൊക്കെ എടുക്കുന്ന ഒരാളാണ്. ആൻഡ് നമ്മളെന്തായാലും ഈ സ്യൂട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്, മറ്റേത് രസമില്ല. ആൻഡ് നമുക്ക് എന്തായാലും ഈ സ്യൂട്ട് ഇട്ടിട്ട് ലൈവ് ചെയ്യാം. ആൻഡ് നമ്മുടെ ടോബി ആദ്യമായിട്ട് ലൈവ് എടുക്കുന്നത് നിങ്ങൾ കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് ചെയ്യണ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ സ്യൂട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. ആൻഡ് ഞാനൊരു സ്യൂട്ടിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പീറ്റർ കേത്രിയാണ് ഈ ഒരു സ്യൂട്ട് നമുക്ക് തയ്ച്ചെന്നത്. അപ്പോൾ പീറ്റർ കേത്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ സ്ഥലം കണ്ടു ഗൈസ്, ഇവിടെ ഒരു പൂവൊക്കെ നിൽക്കുന്നുണ്ട്. കിട്ടില്ല പൂ, ഒരു രക്ഷയില്ല. കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധനം. ഞാൻ പറഞ്ഞു തന്നു, പീറ്റർ കേത്രി എനിക്ക് ഈ സ്യൂട്ട് തയ്ച്ചു തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ തിരിച്ച് സഹായിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്യൂട്ട് തയ്ച്ചെന്നതിന് നിങ്ങൾ തിരിച്ച് അവന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അവനെ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് നടന്ന നാക്കങ്ങ് ഫ്ലോയങ്ങ് പോയി കിട്ടി തേങ്ങ. അപ്പം ഞാൻ പറഞ്ഞു വന്ന് നമ്മുടെ പീറ്റർ കേത്രിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അവന് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. സ്പൈഡർമാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. കാരണം കാര്യമായിട്ടൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഹാക്ക് ചെയ്യുക, പിന്നെ
ഫസ്റ്റത്തെ ഒരു മിഷനൊക്കെ ചെയ്യുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇനിയാണ് നമുക്ക് മറ്റേ ട്രാവൽസർ അതൊക്കെ ചെയ്യാൻ കിടക്കുന്നത്. പിന്നെ കുറച്ച് ലൈവും കൂടെ ചെയ്യാനുണ്ട്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചാപ്റ്റർ 2 പോകാം. ചാപ്റ്റർ 2 ഇത്തിരി സീനാണെന്നാണ് ഈ ഗെയിമുകാർ പറയുന്നത്. ആൻഡ് അത് വരാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം.